നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇതിലെ ചാർജസിനെ കുറിച്ചും ചാർജസ് അറ്റ് റെസ്റ്റിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു പഠിച്ചത്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെന്നും ചാർജുകൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടെന്നൊക്കെ പഠിച്ചു. പിന്നെ ചാർജുകളുടെ പ്രോപ്പർട്ടീസ് പഠിച്ചു. എന്തൊക്കെയായിരുന്നു ചാർജിൻ്റെ പ്രോപ്പർട്ടി? ഓർമ്മയുണ്ടല്ലോ? എന്തൊക്കെയായിരുന്നു ചാർജിൻ്റെ പ്രോപ്പർട്ടി? മെയിനായിട്ട് നമ്മൾ ആദ്യം ചാർജിനെ കുറിച്ച് ഓർത്തത് എന്തായിരുന്നു? ലൈക്ക് ചാർജസ് റിപ്പൽസ്, അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. പിന്നീട് എന്തായിരുന്നു പഠിച്ചത്? ചാർജിൻ്റെ മറ്റു ചില പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചില്ലേ? എന്തൊക്കെയായിരുന്നത്? അഡിറ്റിവിറ്റി ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് ചാർജ്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതായിരുന്നു. ഒരു ചാർജിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അക്ഷരം ക്യൂ ആയിരുന്നു, അല്ലേ? സ്മോൾ ലെറ്റർ ക്യൂ, ക്യാപിറ്റൽ ക്യൂ. അതുപോലെ തന്നെ ചാർജിൻ്റെ യൂണിറ്റ് കൂളംബായിരുന്നു ചാർജിൻ്റെ യൂണിറ്റ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഇലക്ട്രോണിൻ്റെ ചാർജിനെയാണ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എത്രയായിരുന്നത്? 1.6 × 10⁻⁻19 കൂളം. പിന്നെ നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്തായിരുന്നു? ഒരു മെത്തേഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? രണ്ട് വസ്തുക്കളെ ഹബ് ചെയ്യുമ്പോൾ അവ തമ്മിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്തുകയും ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുകയും രണ്ട് വസ്തുക്കൾക്കും ചാർജ് കിട്ടുകയും ചെയ്യുന്നു. ഒന്നിന് പോസിറ്റീവ് ചാർജും ഒന്നിന് നെഗറ്റീവ് ചാർജും. അത് സിൽക്കിൻ്റെ ഗ്ലാസ് റോഡ്, എബണൈറ്റ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? കണ്ടക്ഷൻ, ഇൻഡക്ഷൻ. എന്തായിരുന്നു കണ്ടക്ഷൻ എന്തായിരുന്നു? രണ്ട് വസ്തുക്കൾ കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ ചാർജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതായിരുന്നു. പിന്നീട് ഇൻഡക്ഷൻ, രണ്ട് വസ്തുക്കൾ അടുത്തടുത്ത് വെക്കുമ്പോൾ ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതിനുശേഷം പഠിച്ചത് എന്തായിരുന്നു? കൂളംസ് ലോ. ചാർജുകൾ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷനോ ഉണ്ടാകുമെന്നും ആ ഫോഴ്സ് എങ്ങനെയായിരിക്കുമെന്നും കൂളംസ് ലോയിൽ നമുക്ക് മനസ്സിലായി. ഫോഴ്സ് എങ്ങനെയായിരിക്കുമെന്നാണ് കൂളംസ് ലോയിൽ നമുക്ക് കിട്ടിയത്. ഇക്വേഷൻസ് എന്തൊക്കെയാണ് കിട്ടിയത്? രണ്ട് രീതിയിലുള്ള ഇക്വേഷൻ കിട്ടി. എയറിലോ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസിലിരിക്കുമ്പോൾ ഒരു ഇക്വേഷൻ, മീഡിയത്തിലാണ് മറ്റൊരു ഇക്വേഷൻ. അങ്ങനെ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് F = 1/4πε0 Q1 Q2/r², F = 1/4πε0 Q1 Q2/r². ഈ ഇക്വേഷൻസ് നമ്മൾ കിട്ടി. അതിൻ്റെ ഒരു അസൈൻമെൻറ്റ് നമ്മൾ ചെയ്യുന്നതായിരുന്നു. ഇന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫ്ലക്സ്. ഈ ടേംസാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, ഒരു ചാർജിനെ കുറിച്ച് പറഞ്ഞു. ചാർജിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ക്യൂ ആണെന്ന് പറഞ്ഞു. ഒരു ചാർജിന് ചുറ്റും അട്രാക്റ്റീവ് ഫോഴ്സ്, റിപ്പൾസീവ് ഫോഴ്സൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ക്യൂ എന്ന ഒരു ചാർജ് സ്ഥിതി ചെയ്യുന്നു. ആ ചാർജിന് ചുറ്റും അതിൻ്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ സ്പേസ് അറൗണ്ട് എ ചാർജ്, an electric charge where an electrostatic force is experienced by another charge. ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന സ്പേസിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാകും? അതായത് മറ്റൊരു ചാർജിനെ അവിടെ ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ആ ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സിൽ നിന്നും ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും, ഒരു ഏരിയ ഉണ്ടായിരിക്കും. അതിന് ചുറ്റും ഒരു ഏരിയ ഉണ്ടായിരിക്കും, അല്ലെ സ്പേസ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മറ്റൊരു ചാർജ് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലാകുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യാം?
Electric field is the space around an electric charge where an electrostatic force is experienced by another charge. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന പ്ലേസാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ സ്പേസ് അറൗണ്ട് ആൻ ഇലക്ട്രിക് ചാർജ് വേർ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ ചാർജ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന ടേമാണ് അടുത്തത്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഫീൽഡിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഇ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ. ഇറ്റ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഇ. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് അതിനൊരു പ്രത്യേക ഡയറക്ഷനിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജാണ് അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു പോയിൻ്റ് ചാർജിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഒരു ക്യൂ എന്ന ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്താ പറഞ്ഞത്? അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് ഈസ് ഗിവൺ ബൈ ഇ ഈക്വൽസ് എഫ് ബൈ ക്യൂ. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണെന്ന് നമുക്കറിയാം. അങ്ങനെ എന്താണ് ഇക്വേഷൻ നമുക്ക് എഴുതാം? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇ ഈക്വൽസ് എഫ് ബൈ ക്യൂ ആയിരിക്കും. അത് നമ്മൾ ആ ഡയഗ്രത്തിൽ നോക്കുക. ക്യൂ എന്നൊരു ചാർജ് ഉണ്ട്. ആർ ഡിസ്റ്റൻസ് അകലെ ആണ് ഒരു ടെസ്റ്റ് ചാർജ് വെച്ചിരിക്കുന്നത് പി എന്ന പ്ലേസിൽ. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ടെസ്റ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് ചാർജായിട്ട് നമുക്ക് എടുക്കാം, പോയിൻ്റ് ചാർജായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. കൂളംസ് ലോയിൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എയർ ഓർ വാക്വത്തിലാണ് ചാർജ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ 1/4πε0 Q1 Q2 r² എന്നാണ് ഇക്വേഷൻ. ഇവിടെ ടെസ്റ്റ് ചാർജ് പോയിൻ്റ് ചാർജ് ആയതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷനിൽ Q × 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നു? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈക്വൽസ് 1/4πε0 Q/r² എന്ന് എഴുതാം. അങ്ങനെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, ന്യൂട്ടണാണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളമ്പാണ്. അങ്ങനെ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്തെഴുതാൻ സാധിക്കും? ന്യൂട്ടൺ പെർ കൂളം. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം എന്നെഴുതാൻ സാധിക്കും. ഇനിയും ഒന്നിലധികം ചാർജസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഓരോ ചാർജിൻ്റെയും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടിട്ട് അവയുടെ തുക കണ്ടുപിടിച്ചാൽ മതി. ആകെ ഒരു സിസ്റ്റത്തിലെ ആകെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടും. Q1 Q2 Q3 എന്ന ചാർജസുകൾ R1 R2 R3 എന്ന ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് ഈക്വൽ ടു ദി വെക്റ്റർ സം ഓഫ് ദി ചാർജസ്. ആ ചാർജുകളുടെ എല്ലാം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ തുകയായിരിക്കും ആ സിസ്റ്റത്തിലെ ആകെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം. Q1 Q2 Q3 എക്സെട്ര ഇങ്ങനെ ചാർജസ് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഈക്വൽസ് 1/4πε0 Q1/r1² പ്ലസ് 1/4πε0 Q2/r2²
പ്ലസ് 1/4πε0 Q3/R3² എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ഈ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് നോക്കുമ്പോൾ മെയിനായിട്ട് വരുന്ന ഇക്വേഷൻസ് കൂളംസ് ലോയിലെ ഇക്വേഷനും ഇതുമെല്ലാം കമ്പയർ ചെയ്ത് നോക്കി പഠിക്കണം. അപ്പോൾ ആദ്യത്തെ കൂളംസ് ലോയിൽ നമ്മൾ ഫ്രീ സ്പേസിലാണ് F ഈക്വൽസ് ഫോഴ്സ് 1/4πε0 Q1 Q2/R² എന്ന് വന്നു. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി വരുമ്പോൾ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിലെ വ്യത്യാസം മനസ്സിലാകും. E ഈക്വൽസ് 1/4πε0 Q/R². അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് ഈസ് ഈക്വൽസ് 1/4πε0 Q/R². അതാണ് മെയിൻ ഇക്വേഷനായിട്ട് നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒന്നിലധികം ചാർജസ് ഉണ്ട്. ഇതെല്ലാം ഈ ഓരോ ചാർജിൻ്റെയും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റികൾ തമ്മിൽ ആഡ് ചെയ്ത് തുക കണ്ടുപിടിക്കാവുന്നതാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേർവ്സ് ആണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് എ കർവ് ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടാൻജൻറ്റ് ടു ഇറ്റ് അറ്റ് ഈച്ച് പോയിൻറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജിന് ചുറ്റും ഉള്ള ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേർവ്സാണ് അല്ലെ ലൈൻസാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് എറൗണ്ട് എ ചാർജ് എന്ന് പറയുന്നത് കേർവ്സ് ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ടാൻജൻറ്റ് ടു ഇറ്റ് അറ്റ് ഈച്ച് പോയിൻറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ചാർജുകൾക്ക് ചുറ്റും വരയ്ക്കുന്ന കേർവുകളാണ്. അപ്പോൾ ആ ചാർജിൻ്റെ അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കേർവുകളാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കേർവ്സ് വരയ്ക്കുമ്പോൾ അതിൽ കേർവ്സിൽ നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാം. ആ ടാൻജൻറ്റിൽ നിന്നാണ് ഈ ഫീൽഡിൻ്റെ അല്ലെ ലൈൻസിൻ്റെ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് സൂചിപ്പിക്കുന്നത് ആ ടാൻജൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് എ കർവ് drawn in such a way that the tangent to it at each point gives direction of field at that point. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നാണ്. അവ എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലാണ്. എപ്പോഴും ഒരു ഫീൽഡ് ലൈൻ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ്സ് വിത്തൗട്ട് എനി ബ്രേക്സ്. ഈ ഫീൽഡ് ലൈൻസ് എല്ലാം കണ്ടിന്യൂസ് കർവ്സ് ആയിട്ടാണ് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം എനി ക്ലോസ് ലൂപ്പായിട്ട് വരുന്നില്ല. അടുത്ത പോയിന്റ് നോക്കാം. നാലാമത്തെ പോയിന്റിലേക്ക് നോക്കാം. ടു ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. ഈ ഫീൽഡ് ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുന്നില്ല. ഈ കർവ്സ് എപ്പോഴും പാരലായിട്ട് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൂടെ കടന്നു പോകുന്ന ഈ ലൈൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് പറയുന്നത്. അവ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെ ക്രോസ് ചെയ്യുന്നില്ല. നാലാമത്തെ പോയിന്റ് നോക്കുക. അതിനെന്താണ് കാരണം? എന്താണ് അവ തമ്മിൽ കൂട്ടിമുട്ടാത്തത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് നമ്മൾ ആ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക. ഇഫ് ദേ ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഫീൽഡ് വിൽ നോട്ട് ഹാവ് എ യുണീക്ക് ഡയറക്ഷൻ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അവ തമ്മിൽ ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഒരു യുണീക്ക് ഡയറക്ഷൻ കിട്ടത്തില്ല ഫീൽഡിന്. അത് സാധ്യമല്ല, അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ്, എൻഡ്സ് ഓൺ നെഗറ്റീവ് ചാർജ്, ദേ ആർ കണ്ടിന്യൂസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ് ലൂപ്സ്, ദേ നെവർ ഇൻ്റർസെക്റ്റ് ഓർ നെവർ ക്രോസ് ഈച്ച് അതർ, ദേ ആർ ഓൾവേസ് പാരലൽ. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇവ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡയഗ്രംസ് നോക്കുക. എ എന്ന ഡയഗ്രത്തിൽ ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജിന് അറൗണ്ടായിട്ട് വരച്ചിരിക്കുന്ന ഫീൽഡ് ലൈൻസാണ്. ആ
ഫീൽഡ് ലൈൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ആരോ ഔട്ടർ ഡയറക്ഷനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ചാർജ് Q >0 എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഫിഗർ B എന്ന ഫിഗർ നോക്കുക. സെക്കൻഡ് ഫിഗറിൽ നെഗറ്റീവ് ചാർജ്, സിംഗിൾ നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സിംഗിൾ നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് നോക്കുക. ആരോ അത് ഇൻവേർഡായിട്ട് കാണിച്ചിരിക്കുന്നു. അത് ഫീൽഡിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സിംഗിൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുന്നു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അതാണ് ആ ഡയഗ്രാം ബിയിൽ കൊടുത്തിരിക്കുന്നത്. Q <0 ആണ്. C എന്ന ഡയഗ്രാം നോക്കുക. രണ്ട് പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ വരയ്ക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സാണ്. നമുക്കറിയാം, രണ്ട് പോസിറ്റീവ് ചാർജ് എടുത്തിരുന്നാൽ റിപ്പൾഷനാണ് ഉണ്ടാകുന്നത്. ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. തമ്മിൽ വികർഷിച്ച് പോവുക, റിപ്പല് ചെയ്തു പോകുന്നു. അപ്പോൾ C എന്ന ഡയഗ്രത്തിൽ രണ്ട് പോസിറ്റീവ് ചാർജ് Q എന്ന രണ്ട് ചാർജുകൾ തമ്മിലുള്ള ലൈൻസ് ഓഫ് ഫോഴ്സാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനിയും അടുത്ത ഡയഗ്രം നോക്കുക. D എന്ന ഡയഗ്രത്തിൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും തമ്മിൽ വരയ്ക്കുന്ന ഇലക്ട്രിക് ലൈൻസാണ് കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ചാർജ് +Qയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് -Qയിലേക്ക് ഇലക്ട്രിക് ലൈൻസ് എത്തിച്ചേരുന്നു. ആരോ നമ്മുടെ D എന്ന ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം, +Qയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആരോ ഔട്ട്വേർഡായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തത് നെഗറ്റീവിലേക്ക് എത്തിച്ചേരുമ്പോൾ ആരോ അതിലോട്ട് ആ ഡയറക്ഷൻ നമുക്ക് കാണാം. ഇങ്ങനെ പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് എത്തിച്ചേരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സാണ് ഡിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ A എന്ന ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് സിംഗിൾ പോസിറ്റീവ് ചാർജിന് ഉണ്ടായിട്ടുള്ളത് ഇലക്ട്രിക് ലൈൻസും, ബിയിൽ സിംഗിൾ നെഗറ്റീവ് ചാർജിന് ഉണ്ടായിട്ട് വരയ്ക്കുന്ന ഇലക്ട്രിക് ലൈൻസ്, സിയിൽ രണ്ട് പോസിറ്റീവ് ചാർജുകൾ വരയ്ക്കുന്നത്, ഡിയിൽ കാണിച്ചിരിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഇലക്ട്രിക് ലൈൻസ് എങ്ങനെ വരയ്ക്കുമെന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രിക് ലൈൻസിൻ്റെ ഡയറക്ഷൻ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. ലൈൻസ് വരയ്ക്കുമ്പോൾ ഇതിന് ഡയറക്ഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഡയറക്ഷൻ അനുസരിച്ചാണിത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും എവിടെ എത്തിച്ചേരുമെന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഇലക്ട്രിക് ലൈൻസിൻ്റെ എണ്ണത്തിൽ നിന്ന്, ഒരു ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ നമ്പർ എണ്ണത്തിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് ഈ ഇലക്ട്രിക് ലൈൻസിൽ നിന്ന് കണ്ടുപിടിക്കുക. ഒരു പ്രത്യേക ഏരിയ എടുത്താൽ ആ ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ നമ്പർ നോക്കി ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാവുന്നതാണ്. ഇനിയും നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ നിന്ന് എൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നു. അവിടെ നമുക്കൊരു ഏരിയ എടുത്താൽ ആ ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ മെഷർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ആൻ ഏരിയ. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ എണ്ണത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ മെഷർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ആൻ ഏരിയ. ഒരു ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ എണ്ണത്തിൽ നിന്ന് ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക് ഫ്ലക്സിനെ സൂചിപ്പിക്കുന്ന അക്ഷരം Φ ആണ്. Φ എന്ന ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിനെ സൂചിപ്പിക്കാവുന്നതാണ്. ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയയും ഇലക്ട്രിക് ഫീൽഡും എടുക്കുന്നു. എപ്പോഴും ഏരിയയും ഇലക്ട്രിക് ഫീൽഡും എങ്ങനെ സ്ഥിതി ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഏരിയയെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഏരിയയെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഏരിയയും ഇലക്ട്രിക് ഫീൽഡും വെക്റ്റർ ക്വാണ്ടിറ്റികളാണ്. എന്നാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ നമുക്ക് വളരെ സിമ്പിൾ ആക്കി പറയുവാണെങ്കിൽ
ഇറ്റ് ഈസ് എ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ പ്രോഡക്റ്റാണ് ഏരിയയുടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും. അതായത് ഒരു ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ൻ്റെ മെഷർമെൻറ്റിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഒരു ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് കൂടുതലായിരിക്കും. ഇനിയും ഒരു ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സും കുറവായിരിക്കും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഇക്വേഷൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഒരു ഏരിയയും ഇലക്ട്രിക് ലൈൻസും കൂടെ ഉള്ള രണ്ട് ഫിഗർ നമുക്ക് കാണിച്ചിരിക്കുന്നു. ഫിഗറിലോട്ട് നോക്കുക. ഏരിയയും ഇലക്ട്രിക് ലൈൻസും ആദ്യത്തെ ഫിഗറിൽ നോക്കുക. സ്ഥിതി ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കുക. അതിൽ നമുക്ക് ഏരിയ നോർമലായിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസ് നോക്കുക. അവിടെ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈ ഈക്വൽസ് ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ ഏരിയയും ഇലക്ട്രിക് ലൈൻസും ഇൻക്ലൈൻഡ് ചെയ്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് തീറ്റ ആംഗിളിലാണ് ഏരിയയും ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത്. നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ ആക്ട് ചെയ്യുന്നത് തീറ്റ ആംഗിളിലായിരിക്കും ഏരിയയുമായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ എടുക്കാവുന്ന ഇക്വേഷൻ ഫൈ ഈക്വൽസ് ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ എന്നെടുക്കാം. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഫൈ ഈക്വൽസ് ഇ ഡോട്ട് ഡെൽറ്റ എസ്, ഫൈ ഈക്വൽസ് ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ എന്നും എഴുതാൻ സാധിക്കുന്നു. അങ്ങനെ ഇലക്ട്രിക് ഫ്ലക്സിനെ നമുക്കെന്ത് പറയാൻ സാധിക്കുന്നു? ഏരിയയിൽ നിന്നും ഇലക്ട്രിക് ലൈൻസിൻ്റെ എണ്ണത്തിൽ നിന്നുമാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്നും ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ എന്ന സിമ്പിൾ ഡെഫിനിഷന് പറയാനായിട്ടും സാധിക്കുന്നു.